ജി സുധാകരന് പിന്തുണ നൽകുന്ന കാര്യം നിലവിൽ കോൺഗ്രസ് പരിഗണനയിൽ ഇല്ല എന്ന് മുതിർന്ന നേതാവ് ഡി സുഗതൻ. മത്സരിച്ച് ജയിച്ചാൽ ആർക്കൊപ്പം നിൽക്കുമെന്ന് ജി സുധാകരൻ വ്യക്തമാക്കണമെന്നും ഡി സുഗതൻ ആവശ്യപ്പെട്ടു. പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാകുന്നതിൽ സന്തോഷമെന്ന സുധാകരന്റെ പരാമർശം പിൻവലിക്കണം എന്നും ഡി സുഗതൻ ആവശ്യപ്പെട്ടു. ആ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല. അദ്ദേഹം ഞങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരാളാണെന്നുള്ള ധാരണയിലാണ് ഞങ്ങൾ ഇപ്പോഴും ഇരിക്കുന്നത്. ആ പറഞ്ഞതിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല. അദ്ദേഹം സ്വതന്ത്രനായിട്ട് നിൽക്കാൻ തീരുമാനിച്ചു എന്നല്ലാതെ കോൺഗ്രസിലേക്ക് വരണം എന്ന രീതിയിലൊരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് കോൺഗ്രസ് നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. സുധാകരൻ പാർട്ടിയുടെ കൂടെ പിന്തുണയോടുകൂടിയാണ് മത്സരങ്ങൾ ജയിക്കും. ഇപ്പം അദ്ദേഹം പാർട്ടിയുടെ പിന്തുണയാണെന്ന് തീർത്ത് പറയുന്നില്ല. ഇപ്പോഴും ഞാൻ എല്ലാ പാർട്ടിയുമായിട്ടും എനിക്ക് ബന്ധമുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ആരുടെയും സഹായം ചോദിക്കുന്നില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞതായിട്ട് കണ്ടതാണ്. പക്ഷേ കോൺഗ്രസിൽ നിൽക്കുന്ന സഹായം കോൺഗ്രസിൻ്റെ ആലോചിക്കണം. കോൺഗ്രസ്സായിട്ട് ബന്ധങ്ങളുണ്ടാകണം. ജയിച്ചാൽ എന്ത് ചെയ്യുമെന്ന് തീരുമാനങ്ങളുണ്ടാകണം. അതൊക്കെ വേണ്ടേ? അശ്വിൻ പാലാഴിയുടെ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി. അശ്വിൻ, കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർ എടുത്തു ചോദിച്ചതാണ്, പിണറായി വിജയൻ ഇനി ആവശ്യപ്പെട്ടാൽ താങ്കൾ തീരുമാനം മാറ്റുമോ? മാത്രമല്ല, പാർട്ടിക്കെതിരെയും പിണറായി വിജയനെതിരെ ഒരു അക്ഷരം പറയുന്നില്ല, സർക്കാരിനെതിരെ ഒരു അക്ഷരം പറയുന്നില്ല, പിണറായി മൂന്നാമതും വരട്ടെ എന്ന് പറയുന്നു. ഈ നിലയിലൊരു നിലപാടുമായി ജി സുധാകരനെ UDF സ്വീകരിക്കുന്നതിനും പിന്തുണയ്ക്കുന്നതിനും ഒക്കെ വലിയ വൈഷമ്യമുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ജി സുധാകരൻ തങ്ങളോടൊപ്പം നിൽക്കുക, അല്ലെങ്കിൽ തങ്ങളോട് പിന്തുണയ്ക്കുക, അല്ലെങ്കിൽ അത് മിനിമം CPM-നെയും LDF-നെതിരെയും സംസാരിക്കുകയെങ്കിലും ചെയ്തെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ അതൊരു മുതലാക്കാൻ കഴിയില്ലല്ലോ UDF. ഗൂഗിൾ പാർട്ടിയെ തള്ളിപ്പറയാതെ പിണറായി വിജയനെതിരെ ഒരു വാക്കുമിണ്ടാതെ ജി സുധാകരൻ നിലപാട് പ്രഖ്യാപിച്ചത് പാർട്ടി അണികളുടെ കൂടി വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടുക എന്ന ലക്ഷ്യത്തോടെയാണ്. പക്ഷെ അതിനോട് കോൺഗ്രസിന് യോജിപ്പില്ല. കോൺഗ്രസുമായി തെരഞ്ഞെടുപ്പിൽ ജി സുധാകരൻ അടുത്ത് പ്രവർത്തിക്കും, കോൺഗ്രസിന്റെ പിന്തുണ വാങ്ങി മത്സരിക്കും എന്നൊക്കെ പ്രതീക്ഷയിലാണ് ഇപ്പോഴും കോൺഗ്രസ് ഇരിക്കുന്നത്. പക്ഷേ ആലപ്പുഴ ജില്ലയിലെ കോൺഗ്രസിന് അതിനോട് കടുത്ത എതിർപ്പ് എന്നുള്ളതാണ് ജില്ലയിൽ നിന്നുള്ള KPCC വൈസ് പ്രസിഡന്റും അമ്പലപ്പുഴയിലെ മുൻ MLA-യുമായിരുന്ന ഡി സുഗതന്റെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. അമ്പലപ്പുഴയിൽ കണ്ണുനട്ടിരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ ഏറെയാണ്. അതിൽ മുതിർന്ന നേതാവ് A. ഷുക്കൂർ ഉണ്ട്, M. ലിജു ഉണ്ട്, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ MB പ്രവീൺ ഉണ്ട്. അങ്ങനെ 7ഓളം പ്രധാനപ്പെട്ട നേതാക്കൾ അമ്പലപ്പുഴ സീറ്റ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലിരിക്കുമ്പോൾ അവരെ ഒന്നും പരിഗണിക്കാതെ CPM വിട്ട ജി സുധാകരന് കോൺഗ്രസ് പിന്തുണ നൽകിയാൽ കടുത്ത എതിർപ്പും വലിയ പൊട്ടിത്തെറിയും കോൺഗ്രസിനുണ്ടാകും എന്നുള്ളതിന്റെ സൂചന കൂടിയാണ് ഡി സുഗതന്റെ പ്രതികരണത്തിലൂടെ ഇപ്പോൾ പുറത്തുവരുന്നത്. ഒരു കൂടിയാലോചനയും നിലവിൽ ഇതുവരെയും പാർട്ടി നേതൃത്വം തങ്ങളുമായി നടത്തിയിട്ടില്ല, ജില്ലാ നേതൃത്വവുമായി നടത്തിയിട്ടില്ല, പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുമായി നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഡി സുഗതൻ വ്യക്തമാക്കുന്നത്. 2001-ൽ അമ്പലപ്പുഴയിലെ MLA, കോൺഗ്രസിന്റെ MLA ആയിരുന്ന ഡി സുഗതനെ 2006-ൽ തോൽപ്പിച്ചാണ് അമ്പലപ്പുഴ മണ്ഡലം ജി സുധാകരൻ പാർട്ടിക്ക് തിരികെ പിടിക്കുന്നത്. അതിന്റെയൊക്കെ അതായത് ഡി സുഗതനെ തോൽപ്പിച്ച ജി സുധാകരന് വേണ്ടി വീണ്ടും പ്രവർത്തനത്തിനിറങ്ങണമോ എന്ന ആശങ്കയൊക്കെ പാർട്ടി നേതൃത്വത്തിനുണ്ട്. എന്തായാലും ആ എതിർപ്പ് ഇപ്പോൾ പരസ്യമായി തന്നെ പുറത്തു വരുന്നു. എന്തായാലും ഇന്ന് CPM-ന്റെ പ്രകടനമടക്കം ജി സുധാകരന്റെ വീട്ടിലേക്ക് നടത്തുന്നു. പാർട്ടി ജി സുധാകരനെതിരാകുമ്പോഴും പാർട്ടിക്കെതിരാണ് താനെന്ന് അദ്ദേഹം വ്യക്തമാക്കാതെ കോൺഗ്രസിലേക്ക് വരേണ്ട എന്ന നിലപാട് ഉറപ്പിച്ചു പറയുകയാണ് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ. അതെ, ഇന്നിപ്പോൾ അശ്വിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രതിഷേധത്തിനുള്ള സാധ്യതയുണ്ടോ? പ്രത്യേകിച്ച് ആലപ്പുഴയിലെ വീടിന് സമീപത്തേക്കാണ് ഇന്ന് വലിയ പ്രതിഷേധ പ്രകടനം നടത്തുന്നത്. VS അച്യുതാനന്ദന്റെ വീടിന്റെ മുന്നിൽ നിന്നാണ് ഈ പ്രതിഷേധം ആരംഭിക്കുന്നതെന്നും മനസ്സിലാക്കുന്നത്. എങ്ങനെയാകും ഈ പ്രതിഷേധം? പ്രവിത, അത് സാധാരണ നിലയിലുള്ള പ്രതിഷേധമാകില്ല. വലിയ മുന്നൊരുക്കങ്ങളും മറ്റുമൊക്കെ പാർട്ടി നടത്തുന്നുണ്ട്. അതിൽ ഒരു വൈകാരിക തലം കൂടിയുണ്ട്. ചില ഘട്ടങ്ങളിൽ VS-നെതിരായി ജി സുധാകരൻ നിൽക്കേണ്ടി വന്നെങ്കിലും പിന്നീട് VS-ന്റെ ഏറ്റവും അടുത്ത ആൾ എന്ന നിലയിൽ VS-ന് വേണ്ടി അതായത് മരണത്തിന് ശേഷവുമൊക്കെ സംസാരിച്ച ആൾ എന്ന നിലയിൽ വളരെ വൈകാരിക അടുപ്പം VS അച്യുതാനന്ദനും ജി സുധാകരനും തമ്മിലുണ്ട്. അവിടെയാണ് പാർട്ടിക്ക് പുറത്തുപോയ ജി സുധാകരന്റെ വീട്ടിലേക്ക് VS അച്യുതാനന്ദന്റെ വീടിന് മുന്നിൽ നിന്ന് പാർട്ടി ഒരു ബഹുജന പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ജില്ലയിലെ എല്ലാ ബ്രാഞ്ചിൽ നിന്നും പാർട്ടി പ്രവർത്തകരോട് ഇന്ന് വൈകുന്നേരം 4 മണിക്ക് അമ്പലപ്പുഴയിൽ എത്താനാണ് പാർട്ടി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് 1000-ഓ 2000-ഓ ആളുകളായിരിക്കില്ല ഈ പ്രതിഷേധ പ്രകടനത്തിലും വിസ്തീർണ യോഗത്തിലും പങ്കെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ജി സുധാകരനുള്ള ഒരു മറുപടിയായി പാർട്ടി കണക്കാക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ടുകൂടി തന്നെ എത്ര ആളുകളെ പങ്കെടുപ്പിക്കാമോ അത്രയധികം ആളുകളെ പരിപാടിയിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. എന്തായാലും ജി സുധാകരന്റെ വീടിന് മുന്നിലൂടെ കടന്നു പോകുന്ന പ്രകടനം വീടിന് മുന്നിലേക്കുള്ള വഴിയിലേക്ക് കടക്കാതിരിക്കാൻ പോലീസ് കൃത്യമായ ഇടപെടൽ നടത്തുന്നുണ്ട്. പോലീസ് ഇന്ന് വീടിന് മുന്നിൽ കൂടുതൽ ആളുകളെ പോലീസിനെ സുരക്ഷയ്ക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. R. നാസർ ഒപ്പം CS സുജാത, കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത എന്നിവരാണ് ഇന്നത്തെ പരിപാടിക്ക് നേതൃത്വം നൽകുന്നത്. എന്തായാലും പാർട്ടി ജി സുധാകരൻ നൽകുന്ന ഒരു മറുപടിയായിരിക്കും ഇന്നത്തെ പ്രകടനവും വിസ്തീകരണ യോഗവും നടക്കുക. തീർച്ചയായും. ഏതായാലും ജി സുധാകരന് ഒരു ആശയക്കുഴപ്പമുണ്ട്. പാർട്ടിയെ പറഞ്ഞാൽ പാർട്ടി അനുഭാവികളുടെ അല്ലെങ്കിൽ അണികളുടെ
വോട്ട് കിട്ടാനുള്ള സാധ്യത പോകും. ഇനി ജി സുധാകരനെ എങ്ങനെ CPM തള്ളിപ്പറയാത്ത, പിണറായി വിജയനെ തള്ളിപ്പറയാത്ത ജി സുധാകരനെ എങ്ങനെ പിന്തുണയ്ക്കുമെന്ന് അമ്പലപ്പുഴയിലെ കോൺഗ്രസിനും, അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞാൽ അമ്പലപ്പുഴയിൽ ആകെ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. ഇന്ന് CPM പ്രതിഷേധവും അത് ഉറപ്പായും ജി സുധാകരനെതിരെ ഒരു ശക്തി പ്രകടനമായിരിക്കും. ആരും ജി സുധാകരനൊപ്പമില്ല എന്ന് തെളിയിക്കേണ്ടത് ഈ ഘട്ടത്തിൽ CPM വലിയ അനിവാര്യതയുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.